നെച്ചുവിന് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസിൻ്റെയും ചില്ലി ചിക്കൻ്റെയും റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. അരി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അതൊരു 80% കുക്കായിട്ടുണ്ട്. ഓവർ കുക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മുട്ട അതിലൊഴിച്ച് നന്നായിട്ട് ചിക്കി വറുത്തെടുക്കുക. നിങ്ങൾക്ക് മിക്സഡ് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ എഗ്ഗിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചിക്കനും അതുപോലെ തന്നെ ബാക്കി വേറെ പ്രോൺസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഈ മുട്ട നമ്മൾ ചിക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ വെളുത്തുള്ളി ഇട്ടിട്ട് ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കരുത്. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഞാനിവിടെ ക്യാരറ്റും ബീൻസും ആണ് എടുത്തേക്കുന്നത്, അത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഒരുപാട് ഓവർ കുക്ക് ആവേണ്ട. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്നും തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട, ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. ഈ സമയത്ത് ഇതിൽ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇടണം. എപ്പോഴും സ്പ്രിംഗ് ഓണിയൻ ഭയങ്കര ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഫ്രൈഡ് റൈസിന്. പക്ഷേ എൻ്റെ കയ്യിൽ ദൈവഭാഗ്യത്തിന് ആ സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുക്ക് ചെയ്ത അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഓൾറെഡി അരി ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുപോലെ തന്നെ എഗ്ഗിൽ ഉപ്പുണ്ട്, സോയ സോസിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാവും. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. സ്റ്റീലിൻ്റെ സ്പൂൺ യൂസ് ചെയ്യാതെ ഒരു വുഡൻ സ്പാച്ചില യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ അരി പൊടിഞ്ഞു പോകാതിരിക്കും. അപ്പോൾ ഇത് നല്ല യമ്മി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഓർത്തുനിന്നാൽ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഇതുപോലെ തന്നെ ക്യൂബായിട്ട് അരിയണം. എന്നിട്ട് അതിങ്ങനെ ഏതെല്ലാം വിടർത്തി വെച്ചേക്കുക. ഇനി ചിക്കൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക, കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. എൻ്റെ കയ്യിൽ മുട്ട ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈവച്ച് തിരുമ്മി ഒരു ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക, എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓവറായിട്ട് ഫ്രൈ ചെയ്ത് ഹാർഡാക്കരുത്. ഒരു ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിൽ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ആവശ്യത്തിന് ഓയിൽ എടുത്തിട്ട് നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം കൂടി സോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിലുള്ളത്. പിന്നെ നെച്ചുവിനുള്ളതായതുകൊണ്ടിട്ട് ഒരുപാട് എരിവ് ഞാൻ ഇടാറില്ല. പിന്നെ നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ സോയ സോസ്, ചില്ലി സോസ്, അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഒഴിക്കുക. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ വറുത്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഉപ്പിടുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ലി ചിക്കനും റെഡിയായി. ഇതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, പക്ഷേ അല്ലാത്തത് പക്ഷം എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബായ്.